നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ സംവിധാനങ്ങളുടെ അധിപരെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രയേൽ ഞെട്ടിവിറച്ച ദിവസം മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട്: യഹിയ സിൻവാർ. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ കേൾക്കുന്ന ഈ പേര് ഹമാസ് സായുധ സംഘത്തിന്റെ തലവന്റേതാണ്. ഇസ്രായേലിനെ തീർത്തും തലവേദനയാകുന്നതും ഈ പേരുകാരൻ തന്നെ. പക്ഷേ ഗാസ ചുട്ടരിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടത്തിൽ ഹമാസ് പോരാളികളെ മുന്നിൽ നിർത്തി കുരുതി കൊടുത്ത ശേഷം യഹിയ സിൻവാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഹമാസിന്റെ ഗാസയിലെ മേധാവി യഹിയ സിൻവാർ ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത്. നേതാവിനെ ഇപ്പോൾ തന്റെ അനുയായികളുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നും യോവ് ഗാലന്റ് പരിഹസിച്ചു. ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യോവ് ഗാലന്റ് ഇക്കാര്യം പറഞ്ഞത്. ഗാസയിൽ നേതാവായിരുന്ന യഹിയ ഇന്ന് ഒളിച്ചോടിയ ഒരു തീവ്രവാദിയായി മാറിയിരിക്കുന്നു. ഒരു ഒളിത്താവളങ്ങളിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് അയാൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പേടിച്ചോടുന്ന ഒരു തീവ്രവാദിയാണ് യഹിയ. ഹമാസിലെ തന്റെ അനുയായികളുമായി ഇയാൾക്ക് ഇപ്പോൾ ആശയവിനിമയം നടത്താനാകുന്നില്ലെന്നുമാണ് ഗാലന്റ് പറഞ്ഞത്. എന്നാൽ യഹിയ സിൻവാർ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ഇസ്രായേൽ സേനയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം യോവ് ഗാലന്റ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഹമാസിലുള്ള പകുതിയിലധികം തീവ്രവാദികളെ വധിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി ഇസ്രായേലും അവകാശപ്പെട്ടു. പോരാട്ടത്തിൽ പൂർണ്ണമായ വിജയം നേടുമെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോരാട്ടം അവസാനിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. ഈ പോരാട്ടം വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അവസാനിക്കും. ഹമാസ് ഭീകരരെ പരാജയപ്പെടുത്തി ഇസ്രായേൽ സൈന്യം വിജയകരമായി മുന്നോട്ട് പോവുകയാണെന്നും നെതന്യാഹു പറയുന്നു. 1300-ലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ, അതായത് ഹമാസ് സായുധ സംഘത്തലവനെ വിശേഷിപ്പിക്കുന്നത്. തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ അധികൃതർ യഹിയ സിൻവാറിനെ വിശേഷിപ്പിച്ചത്. 1962-ൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് സിൻവാറിന്റെ ജനനം. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സ്റ്റഡീസിൽ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. പലസ്തീന് മേലുള്ള സയനിസ്റ്റ് രാജ്യത്തിന്റെ അധിനിവേശം ചെറുക്കാൻ സായുധ പോരാട്ടമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വിശ്വസിക്കുന്ന സിൻവാർ ഹമാസിന്റെ സൈനിക നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളോളം ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982-ലാണ് സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത്. 2002-ൽ ഇസ്രായേൽ വധിച്ച സാലഹ് ഷഹാദുമായി ചേർന്ന് പലസ്തീനിയൻ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഘത്തെ തന്നെ ഉണ്ടാക്കി. 1987-ൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി. 1988-ൽ വീണ്ടും അറസ്റ്റിലായി. ഹമാസിന്റെ 3 ഘടകങ്ങളിൽ ഏറ്റവും ശക്തമായ ഗാസ ഘടകത്തിന്റെ തലവനായി 2017-ൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹിയ സിൻവാർ തന്റെ ജീവിതത്തിലുടനീളം ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിരുന്നു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനായ ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം സായുധ സംഘത്തിൽ രണ്ടാമനാണ് സിൻവാർ. ഹനിയ ഒളിവിൽ കഴിയുമ്പോൾ ഗാസയുടെ അനൌദ്യോഗിക തലവൻ തന്നെയാണ് സിൻവാർ. ഇസ്രായേലുമായി ഒരു തരത്തിലും ഒത്തുതീർപ്പ് വേണ്ടെന്നും സായുധ പോരാട്ടമാണ് ആവശ്യമെന്നും അഭിപ്രായമുള്ള സിൻവാർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ പേരിലും പ്രസിദ്ധനാണ്. ചില അവസരങ്ങളിൽ സ്വന്തം അണികൾക്കു നേരെയും കടുത്ത നടപടിയെടുക്കാൻ മടിക്കാത്ത ആളാണ് സിൻവാർ. അതിന് തെളിവാണ് ഹമാസ് കമാൻഡറായിരുന്ന മഹ്മൂദ് ഇഷാൻവിയുടെ വധം. മഹ്മൂദ് ഇഷാൻവിക്കെതിരെ 2015-ൽ പണം തട്ടിയെന്ന ആരോപണം വന്നതിനെ തുടർന്ന് അടുത്ത വർഷം ഇഷാൻവിയെ തൂക്കിലേറ്റുകയായിരുന്നു. പിന്നീട് ഇയാൾക്കെതിരെ സദാചാര വിരുദ്ധ കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടു. ഇതിൽ പ്രധാന ആരോപണം ഇഷാൻവി സ്വവർഗാനുരാഗിയാണ് എന്നതായിരുന്നു. യഹിയ സിൻവാറിനെ തിന്മയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെച്ച് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബിൻ ലാദനെ പോലെയാണ് സിൻവാർ എന്നും ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമാണ് അദ്ദേഹമെന്നുമാണ് IDFന്റെ ആരോപണം. 2021-ൽ വീണ്ടും ഗാസയിലെ ഹമാസ് തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട സിൻവാറിനെ കൊലപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ സിൻവാറിന്റെ ഖാൻ യൂനിസിനുള്ള വസതിക്കുമേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും ഭയപ്പെടാതെ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ 4 തവണ പൊതുപരിപാടികളിൽ സിൻവാർ പങ്കെടുക്കുകയും പത്രസമ്മേളനം നടത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ഇക്കുറി എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതേസമയം തെക്കൻ ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നഴ്സറി സ്കൂൾ തകർന്നിട്ടുണ്ട്. 2 പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വാർത്താ ഏജൻസി വഫ അറിയിച്ചു. മധ്യ ഗാസയിലെ ദേർ
അൽബാലയിൽ ബോംബാക്രമണത്തിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ ഡ്രോൺ ആക്രമണം ശക്തമാണ്. ആളുകൾ ഉൾപ്പെടെ ചലിക്കുന്ന എല്ലാത്തിനും നേരെ വെടിയുതിർക്കുന്ന ഡ്രോണുകളെ പേടിച്ചാണ് പലസ്തീനുകൾ ഇവിടെ കഴിയുന്നത്. ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നന്ദി.